അധികം പരിചരണമൊന്നും ആവശ്യമില്ലാതെ റോഡ് സൈഡിലും പറമ്പിലും ഒക്കെ കാണുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതുകൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുപ്പമേനി എന്ന് പറയുന്ന ഈ ഒരു ചെടി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പലരും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് ഈ ഒരു ചെടിയുടെ ഗുണങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് കുപ്പമേനിയുടെ ഇല കുറച്ച് കഴുകി വൃത്തിയാക്കിയെടുത്തത് അരകല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കല്ലുപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖക്കുരു മാറാനേ, അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാടുകൾ, ചൊറിച്ചിൽ, അലർജി പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഈ ഒരു പേസ്റ്റ് നല്ലതാണ് കേട്ടോ. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും. ചൂടുകാലമായാലും നമ്മുടെ ബോഡിയിലേക്ക് ചൂടിറങ്ങിയിട്ട് വല്ലാണ്ട് മുടി പൊട്ടൽ, അതുപോലെ തന്നെ താരൻ്റെയൊക്കെ ശല്യമുള്ളവർ ഒരു കൈപ്പിടി അളവിന് കുപ്പമേനിയുടെ ഇലയും കുറച്ച് തേങ്ങയും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ സ്കാലപ്പിലും മുടിയിലുമൊക്കെ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സാധാരണ ഷാമ്പു ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അടുത്ത ടിപ്പ്, കുപ്പമേനിയുടെ ഇല വെച്ച് ഒരു ഹെയർ ഡേ ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആവശ്യത്തിന് കുപ്പമേനിയുടെ ഇല കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്കൊന്ന് എടുക്കണം. ഈ ഒരു നീര് നമ്മൾ വെറുതെ മുടിയിൽ തേച്ചാൽ പോലും നമ്മുടെ മുടി പെട്ടെന്ന് കറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നീര് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. അതിന് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ബ്ലാക്ക് ഹെന്ന എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുപ്പമേനിയുടെ നീരുണ്ടല്ലോ അതൊഴിച്ച് കട്ടകളില്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ ഹെയർ ഡേ ചെയ്യുന്നത് അതിൽ ഡെക്കോഷന് പകരമായിട്ട് ഈ കുപ്പമേനിയുടെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ ഒരു ഹെയർ ഡേയുടെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇത് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാതെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ എല്ലാ വെളുത്ത മുടിയും നല്ലപോലെ കറുത്ത് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കയ്യിലെടുത്തിരിക്കുന്ന ഈ ഒരു ഹെയർ ഡേയുടെ കളർ നിങ്ങൾ കണ്ടില്ലേ, ഇതേ കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ചൂടത്ത് വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സ്കിൻ ടാന്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ചൊറിച്ചിലും ഒക്കെ മാറ്റാൻ പറ്റുന്ന അടിപൊളി ഒരു സോപ്പാണ് കേട്ടോ ഈ ഒരു കുപ്പമേനിയുടെ ഇല വെച്ച് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു കൈപ്പിടി അളവിന് കുപ്പമേനിയുടെ ഇല എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും ഏകദേശം ഒരു കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് സോപ്പ് റെഡിയാക്കാനായിട്ട് ഒന്നുകിൽ സോപ്പ് ബേസ് നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ പിയേഴ്സിൻ്റെ ഒരു സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. പിയേഴ്സിൻ്റെ ഗ്ലിസറിൻ സോപ്പ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കേണ്ട, അതുപോലെ തന്നെ മണത്തിനായിട്ട് എസൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത സോപ്പ് നല്ലപോലെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കുപ്പമേനിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സോപ്പിൻ്റെ സൊല്യൂഷൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റോളം ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സോപ്പിൻ്റെ മോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് പേപ്പർ ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ ഞാൻ പേപ്പർ ഗ്ലാസ്സിൽ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു രാത്രി സെറ്റാകാനായിട്ട് മാറ്റി വെച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ടാവും. ഈ ഒരൊറ്റ സോപ്പ് മതി കേട്ടോ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ്. ചൂടുകാലത്തുണ്ടാകുന്ന ചൂടുകുരു, ചൊറിച്ചിൽ, അലർജിക് പ്രോബ്ലം, അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, സ്കിൻ ടാൻ ഒക്കെ മാറാനായിട്ട് ഈ ഒരു സോപ്പ് മാത്രം മതി. ഇതേ കണ്ടില്ലേ, നമ്മുടെ സോപ്പ് ഒരു രാത്രി കൊണ്ട് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം അൺമോൾഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചും ലാസ്റ്റിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. 5 വയസ്സിന് മുകളിലുള്ള ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സോപ്പാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചൂട് സമയത്ത് ചൂടുകുരുവിൻ്റെയും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ പ്രോബ്ലം ഉള്ളവർ ഈ ഒരു സോപ്പ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറക്കരുത്.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ കുപ്പമേനിയുടെ ഇല വെച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.